എല്ലാവർക്കും നമസ്കാരം. ശ്രുതീസ് ഫാഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ട്രേസ് ചെയ്ത പികോക്ക് ഡിസൈനിന് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതാണ്. ഞാൻ അതിനു വേണ്ടി ഇവിടെ ഒരു 0-ൽ വെച്ചിട്ട് റണ്ണിങ് സ്റ്റിച്ച് ഇടുന്നുണ്ട്. പികോക്കിൻ്റെ ബോഡി പാർട്ടിന് 0-ൽ വെച്ചിട്ട് റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞിട്ട് നമ്പർ 1-ൽ വെച്ചിട്ട് ഒരു ഔട്ട്ലൈനും കൂടി കൊടുക്കുന്നുണ്ട്. ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്പർ 2 അല്ലെങ്കിൽ 3-ൽ വെച്ചിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. ഞാൻ ഈ ബ്ലൂ കളർ ഇടാൻ തീരുമാനിച്ച സ്ഥലത്തൊക്കെ ആദ്യം തന്നെ ബ്ലൂ കളറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ത്രെഡ് അല്ലെങ്കിൽ മാറ്റേണ്ടി വരും, അതുകൊണ്ടാണ്. ഞാനിവിടെ കാലും കൊണ്ട് നീ ലിഫ്റ്റർ ഉപയോഗിച്ചിട്ടാണ് ആ 2 ഇത് ഫില്ല് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ കുഴപ്പമില്ല, 2 നമ്പറിൽ സെറ്റ് ചെയ്തിട്ട് ഫില്ല് ചെയ്താലും മതി. അത് കഴിഞ്ഞ് ഞാനിവിടെ അതിൻ്റെ ചുറ്റും ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മുകളിൽ വരുമ്പോൾ 5 നമ്പറിൽ സെറ്റ് ചെയ്തിട്ടാണ് ഒരു റൗണ്ട് ഷേപ്പ് ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ നമ്മൾ റിങ്ങിന് മെല്ലെ അങ്ങോട്ട് നീക്കി കൊടുക്കണം. ആ റൗണ്ട് ഷേപ്പിൽ തന്നെ ഇങ്ങനെ നീക്കി കൊടുക്കണം, കർവ് ഷേപ്പിൽ. ആദ്യം റണ്ണിങ് സ്റ്റിച്ച് വേണം. അത് കഴിഞ്ഞ് മുകളിൽ വരുമ്പോൾ 5 നമ്പറിൽ ചെറുതായിട്ടൊരു കർവ് ഷേപ്പ് കൊടുക്കണം. ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കണം, എല്ലാ ഫെതേഴ്സും ചെയ്തെടുക്കണം. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ത്രെഡ് കളർ മാറ്റി ഇപ്പോൾ ഒരു ഗ്രീൻ കളറാണ് ഇട്ടേക്കുന്നത്. അത് ഇട്ടിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ട് മുകളിൽ വരുമ്പോൾ 5 നമ്പറിൽ വെച്ചിട്ട് ഒരു കർവ് ഷേപ്പ് കൊടുക്കണം. ഒരു തവണ കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പും ഫില്ല് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം.
നമ്മൾ ചിലപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റിച്ച് ലൂസായി വരാൻ ചാൻസ് ഉണ്ട്. മുകളിലത്തെ സ്റ്റിച്ച് ലൂസായി വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഞാൻ ചെയ്തത് അങ്ങനെ ലൂസായിട്ടുണ്ട്. അതെങ്ങനെയാണ് ശരിയാക്കുന്നത് കാണിച്ചു തരാം. ഇതിങ്ങനെ നമ്മൾ വലിക്കുമ്പോൾ അത് ലൂസായിട്ട് വരും. അതിനൊന്നുമില്ല. നമ്മുടെ മെഷീൻ്റെ ഫ്രണ്ടിലൊരു സ്പ്രിങ് പോലത്തെ സാധനം ഉണ്ടാവുമല്ലോ, നമ്മൾ ത്രെഡ് ഇടുന്ന സ്ഥലം, അതൊന്ന് അങ്ങോട്ട് തിരിച്ച് കൊടുത്താൽ മതി. നമ്മൾ സ്റ്റിച്ചിങ് മെഷീനിലൊക്കെ ഉള്ള പോലെ തന്നെയാണ്. അതിനൊന്ന് അങ്ങോട്ട് തിരിച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ചെയ്യുമ്പോൾ സ്റ്റിച്ച് ശരിയായിരിക്കും. അതിനെ മെല്ലെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇത് തുണിക്കൊന്നും ഡാമേജ് ആവാത്ത പോലെ മെല്ലെ കട്ട് ചെയ്തെടുക്കണം. അത് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു ട്രിമ്മർ കിട്ടും. എനിക്കിപ്പോൾ പെട്ടെന്ന് കിട്ടിയില്ല തിരഞ്ഞിട്ട്. ഞാനിപ്പോൾ സീസർ കൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. മെല്ലെ ട്രിമ്മർ കൊണ്ട് മെല്ലെ കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കാണുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ബോബിൻ്റെ ത്രെഡും മുകളിലെ സിൽക്ക് ത്രെഡും കാണുന്നുണ്ടാകും. ഇപ്പോൾ സ്റ്റിച്ച് ശരിയായി വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ബോഡീൻ്റെ ബാക്കി വശം ഞാൻ ഗ്രീൻ കളറിൽ തന്നെയാണ് ഫില്ല് ചെയ്യുന്നത്. അത് 1 നമ്പറിൽ ഔട്ട്ലൈൻ കൊടുത്തിട്ട് ഫില്ല് ചെയ്യുവാണ്. 2 അല്ലെങ്കിൽ 3 നമ്പറിൽ വെച്ചിട്ട് ഫില്ല് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഗ്യാപ്പുകളൊക്കെ ഗ്രീൻ കളർ കൊണ്ട് തന്നെ ഫില്ല് ചെയ്യുവാണ്. ഈ ചില ത്രെഡുകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഒരുപാട് കട്ടാവുന്നുണ്ടെങ്കിൽ പിന്നെ ആ കമ്പനീൻ്റെ മേടിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞ് ഞാനിവിടെ ത്രെഡ് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ജെറി ത്രെഡാണ്. ജെറി ത്രെഡിൽ 1 നമ്പറിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത ഡിസൈനിൻ്റെ ചുറ്റും ഔട്ട്ലൈൻ കൊടുക്കുവാണ്. കണ്ണും വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ 0യിൽ സെറ്റ് ചെയ്തിട്ട് റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. ഈ പിക്കോക്കിൻ്റെ ഡിസൈൻ ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഞാൻ ട്രേസ് ചെയ്ത ആ ഡിസൈൻ ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഇട്ടേക്കാം. നിങ്ങൾക്ക് അത് പ്രിൻ്റ് എടുത്തിട്ട് ഇതുപോലെ തന്നെ വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇതേ കളർ ത്രെഡ് തന്നെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ചെയ്യാൻ പറ്റും.
അത് കഴിഞ്ഞ് ബാക്കി വന്ന ഗ്യാപ്പിൽ ഞാൻ ജെൽ ത്രെഡും കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റും 1 നമ്പറിൽ ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. എല്ലാം അതുപോലെ തന്നെ ചെയ്തെടുക്കാം. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ട് അറിയിക്കുക. അങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് അതിന് ചുറ്റുമുള്ള കർവ് ഷേപ്പിൽ നമ്മൾ ഒരു നമ്പർ 2 സെറ്റ് ചെയ്തിട്ട് അതിന് മുകളിൽ കൂടെ ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് ആ ഗ്യാപ്പിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ഗ്യാപ്പിലൊക്കെ നമ്മൾ ഒരു റൗണ്ട് സ്റ്റിച്ച്, അത് ഒന്നുമില്ല, അതിന് വാട്ടർ ഫില്ലിങ് സ്റ്റിച്ച് എന്ന് പറയും. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം. അത് റണ്ണിങ് സ്റ്റിച്ചിലാണ് ചെയ്യേണ്ടത്. 0യിൽ സെറ്റ് ചെയ്തിട്ട് റൗണ്ടായിട്ട് നമ്മൾ വരച്ചുകൊണ്ട് പോയാൽ മതി. ആ ഗ്യാപ്പ് എവിടെയൊക്കെ ഉണ്ടോ ആ സ്ഥലത്തൊക്കെ ചെയ്യണം. ഞാനിപ്പോൾ സിൽക്ക് ത്രെഡാണ് ഗ്രീനും ബ്ലൂവും മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത്. അങ്ങനെ 2 കളർ ത്രെഡിലും ഗ്യാപ്പ് ഫില്ല് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കുക. അവസാനം ഞാൻ ട്രേസ് ചെയ്ത് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പ്രിൻ്റ് എടുത്തിട്ട് ഇതുപോലെ ട്രേസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. താങ്ക്